നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. ഇഡിക്ക് ചോദ്യങ്ങളുണ്ട്, ശിവശങ്കറിന് ഉത്തരങ്ങളില്ല. കസ്റ്റഡിയിലുള്ള ശിവശങ്കറിന്റെ മൗനം പൊളിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതുവഴി കണ്ടെത്തി. മൊഴികളിലെ പൊരുത്തക്കേട് തുറന്നുകാട്ടാൻ ശിവശങ്കറിനെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ പി വേണുഗോപാലുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് 1 കോടി രൂപ കണ്ടെത്തിയിരുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച കമ്മീഷൻ പണമാണിതെന്നും താനും ശിവശങ്കറും സംയുക്തമായി തുറന്ന ലോക്കറിലാണ് പണം സൂക്ഷിച്ചതെന്നും സ്വപ്ന മൊഴി നൽകിയിരുന്നു. സ്വപ്നയുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറന്നത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സ്വപ്ന പണവുമായി വീട്ടിലെത്തിയപ്പോൾ ശിവശങ്കർ ഒപ്പമുണ്ടായിരുന്നുവെന്നും വേണുഗോപാലും മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴികൾ ശിവശങ്കർ നിഷേധിച്ചു. വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ശിവശങ്കർ ആവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വേണുഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ലൈഫ് ഇടപാടിലെ കോഴപ്പണത്തിന്റെ ഒരു വിഹിതം ശിവശങ്കറിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇഡി നിഗമനം. അഴിമതിയിൽ മറ്റ് പങ്കാളികളുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നു. സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഇഡി ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നുവെന്നാണ് ചാറ്റുകളിൽ വ്യക്തമാകുന്നത്. താഴ്ന്ന തസ്തികയിലുള്ള ജോലിയാണെങ്കിലും ഇരട്ടി ശമ്പളം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ചാറ്റിലുണ്ട്. എന്നാൽ ജോലി നഷ്ടപ്പെട്ടിരുന്ന സ്വപ്നയെ ആശ്വസിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്നാണ് ഇക്കാര്യത്തിൽ ശിവശങ്കറിന്റെ വിശദീകരണം. ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലായ ശിവശങ്കറിന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇഡിക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് 2.5 വയസ്സ് പ്രായമായി. പക്ഷേ കേസിൽ ഒരു പുരോഗതിയുമില്ല. വടക്കാഞ്ചേരിയിലെ പദ്ധതിയിൽ കമ്മീഷൻ ഇടപാട് നടന്നുവെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് മുൻ MLA അനിൽ അക്കരെ CBIക്ക് പരാതി നൽകിയത്. CBIയുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇടപാടിലൂടെ ശിവശങ്കറിന് 1 കോടി രൂപ കോഴയായി ലഭിച്ചുവെന്ന് ഇഡി കുറ്റപത്രത്തിൽ പറയുന്നു. അനിലക്കരയുടെ പരാതി കിട്ടിയ CBI 2020 സെപ്റ്റംബർ 17 മുതൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സെക്രട്ടേറിയറ്റിൽ നിന്നും ലൈഫ് മിഷൻ ഓഫീസിൽ നിന്നും വിജിലൻസ് ഫയലുകൾ പിടിച്ചെടുത്തു. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരെയും കേസിലെ പ്രതികളെയും ചോദ്യം ചെയ്തു. കോഴയായി നൽകിയെന്ന് ആരോപണമുയർന്ന ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിനിടെ CBI അന്വേഷണത്തിനെതിരെ സർക്കാർ കോടതിയിൽ ഹർജി നൽകി. വിജിലൻസ് പൂജപ്പുര സ്പെഷ്യൽ യൂണിറ്റ് 1 കേസ് അന്വേഷിക്കുന്നത്. CBI കൊണ്ടുപോയ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പികൾക്കായി എറണാകുളം CJM കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന് ബലക്ഷയമില്ലെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വിജിലൻസ് നേരത്തെ സർക്കാരിന് കൈമാറിയിരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ബലം പരിശോധിക്കാൻ തീരുമാനിച്ചത്. UAE കോൺസുലേറ്റ് വഴി റെഡ് ക്രസന്റ് അനുവദിച്ച 18.5 കോടി രൂപയിൽ 14.5 കോടി രൂപ ചെലവാക്കിയാണ് 140 ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ശേഷിക്കുന്ന തുക ഉപയോഗിച്ച് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുമെന്നായിരുന്നു കരാർ. 2019 ജൂലൈ 11 കരാർ ഒപ്പുവെച്ചത്. പദ്ധതിയുടെ പേരിൽ 4.48 കോടി രൂപ കമ്മീഷൻ നൽകിയെന്ന് കരാറുകാരനായ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ സമ്മതിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു വശത്ത് ഇഡി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമോ എന്ന ചോദ്യമുയരുമ്പോൾ മറുവശത്ത് ഇഡിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് തോമസ് ഐസക്. കിഫ്ബി കേസിൽ ഇഡിക്ക് അടിതെറ്റുകയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. RBIയുടെ NOC നേടിയാണ് മസാല ബോണ്ട് ഇറക്കിയതെന്ന് വ്യക്തമായി. പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച കണക്ക് കൃത്യമായി നൽകുന്നുണ്ടെന്ന് RBI വ്യക്തമാക്കി. ഇവിടെ ആരും കുനിഞ്ഞ് തരില്ലെന്ന് ഇഡി മനസ്സിലാക്കട്ടെ എന്നും തോമസ് ഐസക് പറഞ്ഞു. RBI സത്യവാങ്മൂലം നൽകിയതിന് പിന്നാലെയാണ് പ്രതികരണം. കണ്ണൂരിലെ കഴിഞ്ഞ ദിവസങ്ങളായുള്ള പോർവിളികൾ അതടങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ആകാശ് തില്ലങ്കേരി ഇന്നും ഫേസ്ബുക്കിലൂടെ CPMനെ വെല്ലുവിളിച്ചു. CPM നേതൃത്വത്തിന് എതിരായ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ ആകാശിന്റെ വിതച്ചതേ കൊയ്യൂ എന്ന മുന്നറിയിപ്പാണ് ഇന്ന് പുറത്തു വന്നത്. തനിക്കെതിരെ നിലപാടെടുക്കുന്ന DYFI നേതാവിനോടാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭീഷണി. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ വഷളാക്കിയത് നിങ്ങളാണെന്ന് DYFI നേതാവും CPM വട്ടപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയും KK ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായ രാഗിന്ദിനോട് ആകാശ് തില്ലങ്കേരി പറയുന്നു. ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ഞങ്ങളെ DYFI പ്രസ്ഥാനം ഒറ്റുകാരാക്കി. DYFIയുടെ സംഘടിതമായ സൈബർ ആക്രമണത്തെ ചെറുക്കും. ആകാശ് തില്ലങ്കേരി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നതെന്നും പോസ്റ്റിലുണ്ട്.
അതേസമയം ആകാശിൽ ഒതുങ്ങുന്നില്ല ഈ കൊലവിളി പോസ്റ്റ്. ആകാശിന്റെ കൂട്ടാളി ജിജോ തില്ലങ്കേരി ഷുഹൈബിനെ കൊലപ്പെടുത്തിയതിനെ വിമർശിച്ച പോസ്റ്റിന് താഴെ കൊല്ലാൻ തോന്നിയാൽ പിന്നെ പിടിച്ച ഉമ്മ വെക്കണോ എന്നാണ് ജിജോയുടെ കമന്റ്. ഇതിനിടെ ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. ഷുഹൈബ് വധത്തിൽ CPM-ൽ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് CBI അന്വേഷണത്തിനുള്ള ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷവും രംഗത്ത് വന്നു. കണ്ണൂരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള കൊലവിളികൾ തുടരുകയാണ് ആകാശ് തില്ലങ്കരിയുടെ കൂട്ടാളികൾ. കൊല്ലാൻ തോന്നിയാൽ പിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കുകയാണോ വേണ്ടത് എന്നാണ് ജിജോ തില്ലങ്കരിയുടെ ഫേസ്ബുക്ക് കമന്റ്. എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊലപ്പെടുത്തുന്നതിനെ വിമർശിച്ചുള്ള കമന്റിന് മറുപടിയായാണ് പ്രതികരണം. അതിനിടെ ആകാശ് തില്ലങ്കരിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി മുഴക്കുന്ന് പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിലാണ് കേസ്. നവസാമൂഹ്യ മാധ്യമങ്ങൾ വഴി യുവതിയെയും ഭർത്താവിനെയും അധിക്ഷേപിച്ചു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊട്ടേഷൻ ആഹ്വാനം നൽകിയ ശേഷം കൈവിട്ടെന്ന് CPM നേതൃത്വത്തിനെതിരെ ആരോപണവുമായി ആകാശ് തില്ലങ്കരി ഫേസ്ബുക്കിൽ കമന്റിട്ടിരുന്നു. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായി എന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ആകാശ് തില്ലങ്കരിയുടെ വെളിപ്പെടുത്തൽ ഷുഹൈബ് കൊലപാതകത്തിൽ CPM-ന്റെ പങ്കാണ് വ്യക്തമാക്കുന്നത് എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കി. CPM നേരിട്ട് നടത്തിയ കൊലപാതകമാണ് ഷുഹൈബിന്റെ കൊലപാതകമെന്ന് അന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ പ്രാദേശിക തല നേതൃത്വമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. സ്വർണ്ണക്കള്ളക്കടത്തിലെ പങ്ക്, കൊലപാതകത്തിലെ പങ്ക്, ഇതെല്ലാം ഒരാൾ തുറന്നു പറയുമ്പോൾ CBI അന്വേഷണത്തിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് CBI അന്വേഷണത്തെ ഉണ്ടാക്കുന്ന തടസ്സം ഗവൺമെന്റ് മാറ്റണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറ്. ഇപ്പം ആകാശ് തില്ലങ്കേരിയുടെ ആ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമൻ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ കൊലപാതകം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കൊട്ടേഷന് ആഹ്വാനം നൽകിയവർക്ക് പാർട്ടി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയും നടപ്പിലാക്കിയവർക്ക് പട്ടിണിയും എന്നായിരുന്നു ആകാശിന്റെ ഫേസ്ബുക്ക് കമന്റ്. ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള കമന്റിലായിരുന്നു ആകാശിന്റെ വെളിപ്പെടുത്തൽ. ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിലും ആകാശിനെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കണ്ണൂർ. രണ്ട് ധ്രുവങ്ങളിൽ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളാണ് RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും. ഒരു വട്ടം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയെന്ന T ആരിഫലിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ മുസ്ലിം സംഘടനകളുടെ വിമർശന ശരങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടേത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന നടപടിയാണെന്നാണ് സമസ്തയുടെ ആരോപണം. മതേതര മൂല്യങ്ങളെ ദുർബലമാക്കുന്നതാണ് ചർച്ചയെന്ന് ലീഗ് കുറ്റപ്പെടുത്തി. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് RSS ആയതുകൊണ്ട് ചർച്ച അനിവാര്യമാണെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ദേശീയ സെക്രട്ടറി ജനറൽ T ആരിഫ് വിശദീകരണം. എന്നാൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുകയാണ് മറ്റു മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും. മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് RSS-ഉമായി ചർച്ച നടത്താനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നു. ഇപ്പോൾ BJP ആയിട്ടും RSS-ആയിട്ടും ഒന്നും ചർച്ചയ്ക്കൊരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യ രാജ്യത്തില്ല. കാരണം എല്ലാ മതേതര കക്ഷികളും കൂടി യോജിച്ച് അവരോട് ഫൈറ്റ് ചെയ്യുക. ആ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മതേതര വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് RSS-ഉമായി ഒരു സന്ധി സംഭാഷണമോ അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ ചർച്ചയോ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ജമാഅത്തെ ഇസ്ലാമി സമുദായ വഞ്ചനയാണ് കാണിച്ചതെന്ന് സമസ്ത കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിം സഹോദരങ്ങൾ വരെ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട പല നേതാക്കളും RSS-നെ തള്ളി പറയുന്ന സാഹചര്യത്തിൽ അവരോട് ചർച്ചയ്ക്ക് പോയി അവരെ നേരെയാക്കാൻ കഴിയുമെന്ന മൗഢ്യധാരണ നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ വളരെ അപ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമായി എനിക്ക് പറയാനുള്ളത്. RSS-ഉമായി ചർച്ച നടത്തിയതിലൂടെ ജമാഅത്തെ ഇസ്ലാമി സമുദായത്തെ ഒറ്റുകൊടുത്തു. RSS-നെ എതിർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പാണ് വെളിവായതെന്ന് KT ജലീൽ MLA. RSS-നോടുള്ള ഭയമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ ചർച്ചയിലേക്ക് എത്തിച്ചത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിയല്ല. ഭരിക്കുന്ന പാർട്ടി BJP-യാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടോ ആഭ്യന്തരമന്ത്രിയുമായിട്ടോ ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ സംസാരിച്ചിരുന്നത് എങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. സമുദായ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴും ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാനോ പ്രതികരണത്തിനോ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. KSRTC-യിലെ വിഷയങ്ങൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. MD ബിജു പ്രഭാകരന്റെ ഉത്തരവ് വായിച്ചാൽ KSRTC-യിൽ ഇനി മുതൽ ശമ്പളമാണോ കൂലിയാണോ എന്ന് സംശയം തോന്നാം. ശമ്പളം ഗഡുക്കളായി നൽകുമെന്നാണ് ഇന്നത്തെ അസാധാരണമായ ഉത്തരവ്. KSRTC-യിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് പുതിയ ഉത്തരവ്. ഗഡുക്കളായി ശമ്പളം വേണ്ടാത്തവർ 25-ന് മുൻപ് അപേക്ഷ നൽകണമെന്നും
നിർദ്ദേശമുണ്ട്. KSRTCയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് CMD ബിജു പ്രഭാകരന്റെ പുതിയ ഉത്തരവ്. ജനുവരി മാസത്തെ ശമ്പള വിതരണം പൂർത്തിയായെങ്കിലും ഈ മാസത്തെ ശമ്പളത്തിനാണ് മാനേജ്മെന്റ് പുതിയ പദ്ധതികൾ പരീക്ഷിക്കുന്നത്. ഡിപ്പോകൾ ചെലവിനേക്കാൾ വരുമാനമുണ്ടാക്കിയാൽ മാത്രമേ പൂർണ്ണ ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് നൽകാനാകൂ. ടാർഗറ്റ് എത്താത്ത ഡിപ്പോകളിൽ എല്ലാവർക്കും പൂർണ്ണ ശമ്പളം കിട്ടും. പക്ഷേ 5-ാം തീയതിക്ക് മുമ്പ് ലഭിക്കില്ലെന്നാണ് മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അതിനാലാണ് ശമ്പളം ഗഡുക്കളായി നൽകുമെന്ന അസാധാരണ ഉത്തരവിറക്കിയത്. KSRTCയുടെ അക്കൗണ്ടിലുള്ള പണവും ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് ആദ്യ ഗഡു നൽകുക. രണ്ടാമത്തെ ഗഡു സർക്കാർ സഹായം ലഭിക്കുന്ന മുറയ്ക്ക് നൽകാനാണ് KSRTCയുടെ തീരുമാനം. എന്നാൽ ഉത്തരവിനെതിരെ തൊഴിലാളി യൂണിയനുകൾ രംഗത്ത് വന്നു. ജോലി ചെയ്ത ശേഷം കൂലിക്കായി അപേക്ഷ നൽകണമെന്നത് വിചിത്രമാണെന്ന് യൂണിയനുകൾ പ്രതികരിച്ചു. അസാധാരണമെന്ന് മാത്രമല്ല നിയമവിരുദ്ധമാണ് ആ ഉത്തരവ്. ജോലി എടുത്താൽ മാത്രം പോരാ, കൂലിക്ക് അപേക്ഷ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു തമ്പുരാന്റെ മുമ്പിൽ പോയി. ഒരു ഘട്ടത്തിലും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ ഇതൊക്കെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ ദുഃഖം. 5-ാം തീയതിക്ക് മുമ്പ് 50 കോടി കൈമാറുമെന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയ ധനവകുപ്പ് എല്ലാ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് പണം കൈമാറുന്നത്. ഇതാണ് ശമ്പളം വൈകാൻ കാരണമെന്നും മാനേജ്മെന്റ് പറയുന്നു. നന്ദകുമാർ, News 18, തിരുവനന്തപുരം. ഉത്തരവിനെതിരെ തൊഴിലാളി യൂണിയനുകൾ രംഗത്ത്. ജോലി ചെയ്ത ശേഷം കൂലിക്കായി അപേക്ഷ നൽകണമെന്നത് വിചിത്രമാണെന്നാണ് യൂണിയനുകളുടെ വാദം. സാധാരണമെന്ന് മാത്രമല്ല നിയമവിരുദ്ധമാണ് ആ ഉത്തരവ്. ജോലി എടുത്താൽ മാത്രം പോരാ, കൂലിക്ക് അപേക്ഷ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു തമ്പുരാന്റെ മുമ്പിൽ പോയി. ഒരു ഘട്ടത്തിലും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ ഇതൊക്കെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ ദുഃഖം. വികല നയങ്ങൾ ഏറ്റുപിടിക്കുന്നതിലൂടെ മോദിയുടെ നയമാണ് ആന്റണി രാജുവിനെന്നാണ് AITUCയുടെ വിമർശനം. KSRTCയിൽ ശമ്പളത്തിന് ടാർഗറ്റ് നിശ്ചയിച്ച സമ്പ്രദായം നിയമവിരുദ്ധവും അശാസ്ത്രീയവുമെന്നാണ് കുറ്റപ്പെടുത്തൽ. ഉത്തരവിന് പിന്നാലെ KSRTC MD ബിജു പ്രഭാകറിനെതിരെ CITUവിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. KSRTEA CITU കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പോസ്റ്ററുകൾ പതിച്ചത്. ബസ്സുകൾക്ക് മുന്നിലുൾപ്പെടെ പോസ്റ്ററുകൾ പതിച്ചു. വരും ദിവസങ്ങളിൽ CITUവിന്റെ സംസ്ഥാനത്തുടനീളമുള്ള ശക്തമായ സമരമുണ്ടാകുമെന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി സന്തോഷ് പ്രതികരിച്ചു. പുതിയ ഉത്തരവ് പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമെന്നാണ് KSRTC എംപ്ലോയീസ് സംഘിന്റെ ആരോപണം. ആത്മാഭിമാനത്തോടെ പണി ചെയ്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിയും ഇതുമായി സഹകരിക്കില്ല. നിങ്ങൾ വലിച്ചെറിയുന്ന എച്ചിൽ തിന്നാൻ ഞങ്ങൾ തെരുവ് പട്ടികളല്ലെന്നാണ് ജനറൽ സെക്രട്ടറി S അജയകുമാർ പറഞ്ഞത്. അധ്യക്ഷനാകാൻ പോരാടിയ തരൂരിന് പാർട്ടിക്കുള്ളിലെ മത്സരം മടുത്തു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണമെന്നും മത്സരിക്കാൻ താനില്ലെന്നും തരൂർ പറഞ്ഞു. പാർട്ടിയുടെ ആരോഗ്യത്തിന് തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. മറ്റുള്ളവർ മുന്നോട്ട് വരട്ടെ എന്നും തരൂർ ചൂണ്ടിക്കാട്ടി. Majority of the delegates want an election, they'll hold one, and if a majority feel that they would rather not rock the boat at this time and they would rather just move ahead, then that too will be a possible option. I just feel that by having contested once, making my point and not winning the majority, or not even close to the majority of the delegates, I have sort of, in a sense, forfeited the right to keep demanding the same thing. I'm stepping back a little bit from that demand, not because I withdraw my words. No, I think elections are good for the party, but because I've made my point, and now it's for those who have won the election and those who are in charge of the party's fortunes to decide, in consultation with the majority of the members, what is the right thing to do for the party at this time. സാങ്കേതിക സർവകലാശാലയിലെ പുതിയ VC ആരെന്ന് നിർദ്ദേശിക്കേണ്ടത് സർക്കാരാണെന്ന് ഹൈക്കോടതി. സിസ തോമസിന്റേത് പ്രത്യേക സാഹചര്യത്തിൽ ചാൻസലർ നടത്തിയ താൽക്കാലിക നിയമനമാണ്. സിസ തോമസിനെ നീക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. സർക്കാരിന് പുതിയ പാനൽ സമർപ്പിക്കാമെന്നും കോടതി പറഞ്ഞു. സർക്കാർ 3 പേരുള്ള പട്ടിക ഗവർണർക്ക് നൽകണം. UGC ചട്ടപ്രകാരം ഈ പട്ടികയിൽ നിന്നും പുതിയ VCയെ തിരഞ്ഞെടുക്കാം. സർക്കാരിന്റെ ശുപാർശ പാലിച്ചു മാത്രമേ VCമാരുടെ നിയമനം സാധ്യമാകൂ. ഗവർണർ നടത്തിയ താൽക്കാലിക നിയമനത്തിൽ ഇടപെടുന്നില്ല. എന്നാൽ സിസ തോമസിന് 6 മാസം പോലും തുടരാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സാങ്കേതിക സർവകലാശാല നിയമനത്തിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത സിൻഡിക്കേറ്റ് വിധി നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. കടലാസ് സംഘടനകളുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ കളിക്കുന്നവരുടെയും നീക്കങ്ങൾക്ക് കിട്ടിയ പ്രഹരമാണ് വിധി. VC നിയമനത്തിൽ സർക്കാർ നടപടി വേഗത്തിലാക്കണമെന്നും സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു.
ത്രിപുര തെരഞ്ഞെടുപ്പ് ഇന്നുണ്ടായി. ത്രിപുരയിൽ BJPക്കും CPMനും കോൺഗ്രസിനും നെഞ്ചിടിപ്പ് കൂടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 81% ആളുകളാണ് ഇന്ന് പോളിംഗ് ബൂത്തുകളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പല ബൂത്തുകൾക്ക് മുന്നിലും അവസാന മണിക്കൂറുകളിലും വലിയ നിര അനുഭവപ്പെട്ടു. 1 മണിക്ക് മുൻപായി 51.42% പേർ വോട്ട് രേഖപ്പെടുത്തി. 45ഓളം സ്ഥലങ്ങളിൽ EVM പ്രവർത്തനം തകരാറിലായി. യന്ത്രം മാറ്റി സ്ഥാപിച്ച് വോട്ടിംഗ് തുടരുകയായിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സംഘർഷമുണ്ടായി. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ബാലറ്റ് പെട്ടികൾ തുറന്ന കോടതിയിൽ പരിശോധിക്കും. ഹൈക്കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ പരിശോധനാ വിഷയത്തിലാണ് ഇടക്കാല ഉത്തരവ്. 23 ഉച്ചയ്ക്ക് 2 മണിക്ക് ജസ്റ്റിസ് A. ബർദുവിന്റെ കോടതിയിൽ സീൽ പൊട്ടിച്ച് പരിശോധിക്കും. സ്പെഷ്യൽ ബാലറ്റിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നതിൽ സമഗ്രമായ അന്വേഷണം നടത്താനും കോടതി നിർദ്ദേശിച്ചു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും പാർട്ടിക്കും തനിക്കും ആശങ്കയില്ലെന്നും നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. തിരുവനന്തപുരം പാലോട് വനത്തിനുള്ളിൽ വിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ഗൃഹനാഥന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വനം കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പറയാമെന്ന് സംശയിച്ച് തന്റെ ഭർത്താവ് ശശിയെ കൊലപ്പെടുത്തിയെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് ഭാര്യ. ആനക്കൊമ്പ് ഉൾപ്പെടെ വനത്തിൽ നിന്ന് കടത്തിയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും തന്റെ ഭർത്താവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നും വീട്ടമ്മ പറഞ്ഞു. അവിടെ ആളുകളെ കണ്ടിട്ടുണ്ട് ഈ കള്ളക്കടത്തിന് വരുന്നത്. ഇവര് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇവര് ആനക്കൊമ്പാവാം, മീൻ പിടിക്കാം, ഇത് കുളവെണ്ണ, പിന്നെ അങ്ങനെയൊക്കെയുള്ള മലഞ്ചരക്ക് പണിയാകുമ്പോൾ പല ഐറ്റങ്ങളും വില കൊടുക്കുന്നുണ്ട്. ആനക്കൊമ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ പോകാം ആ കൂട്ടത്തിൽ കൂടെ. അപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ട്. അപ്പോൾ ഇവർ കിടന്ന നാട്ടിലിറങ്ങി പറയാമെന്നുള്ള പേടി, ഇവർ വിളിച്ച് പറയാമെന്നുള്ള പേടിയിലാണ് ഇവരെ ഒന്ന് തീർത്ത് കളയാമെന്ന് വിചാരിച്ചു. അവരെ തീർത്താൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ മാറ്റമില്ല. മാവോയിസ്റ്റ് ഭീഷണി അടക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജനത്തെ തടഞ്ഞ് അമിത വേഗത്തിൽ തലസ്ഥാന വീഥികളിലൂടെ മുഖ്യമന്ത്രി ഇന്നും പാഞ്ഞു. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്ര പരിശോധിക്കുകയാണ് ന്യൂസ് 18 സംഘം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പരിപാടികൾക്കായി പോയ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹമാണിത്. ഓരോ ജില്ലയിലും എത്രത്തോളം വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കണമെന്നത് അതാത് ജില്ലാ പോലീസ് മേധാവിക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ പരമാവധി സുരക്ഷ ഒരുക്കുകയാണ് പോലീസ് ഇപ്പോൾ. ഈ സാഹചര്യത്തിലാണ് ക്ലിഫ് ഹൌസിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര ന്യൂസ് 18 പരിശോധിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസ്ഥാനമാകെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധങ്ങളെ നേരിടാനാണ് പോലീസിന്റെ Z+ സുരക്ഷ. ഈ സുരക്ഷയാകട്ടെ സാധാരണക്കാരായ ജനങ്ങളെ വലയ്ക്കുന്നതായാണ് പരാതി. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ക്ലിഫ് ഹൌസിൽ നിന്ന് പുറപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ കണ്ട മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ. മുന്നിൽ അഡ്വാൻസ് പൈലറ്റും എസ്കോർട്ടും, നടുവിൽ മുഖ്യമന്ത്രിയുടെ ഇന്നോവ ക്രിസ്റ്റ, വീണ്ടും എസ്കോർട്ട്, പൈലറ്റ്, അധിക വാഹനവും ഒരു വാനും. തീർന്നില്ല. അതാത് മേഖലകളിലെ 2 സ്റ്റേഷൻ വാഹനങ്ങളും വാഹനവ്യൂഹത്തിനൊപ്പം ചേരുന്നുണ്ട്. നന്ദൻകോട് ജംഗ്ഷനിലെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസ് മുതൽ എയർപോർട്ട് വരെ വഴിയിൽ റോഡിന് ഇരുവശവും പോലീസിനെ വിന്യസിച്ചിരുന്നു. പ്രധാന ജംഗ്ഷനിൽ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ട്രാഫിക് നിയന്ത്രിച്ചു. ഇടറോഡുകളിൽ പോലീസ് സംഘത്തിന്റെ കാവൽ. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നതിന് മുൻപ് തന്നെ സാധാരണക്കാരുടെ വാഹനങ്ങൾ റോഡിൽ തടഞ്ഞു. Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്ക് വാഹനവ്യൂഹത്തിൽ ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നീ വാഹനങ്ങളും ഉൾപ്പെടുത്താം. പക്ഷേ തിരുവനന്തപുരത്തെ യാത്രയിൽ ഇവ ഒഴിവാക്കിയിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ CI മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. ഇതിനു പുറമെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ട്രാഫിക് പോലീസിന്റെ വാഹനങ്ങളും ഉണ്ടായിരുന്നു.
ഇങ്ങനെയാണ് ക്ലിഫ് ഹൗസ് മുതൽ എയർപോർട്ട് വരെയുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിലെ ഭൂരിഭാഗം പോലീസുകാരെയും ട്രാഫിക് നിയന്ത്രണത്തിനും എസ്കോർട്ടും മാത്രമായി വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ സുപ്രധാനം തന്നെയാണ്. എന്നാൽ അതിനുവേണ്ടി മാത്രം ഇത്രത്തോളം പോലീസുകാരെ വിന്യസിക്കണമോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഐശ്വര്യയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി സംസ്ഥാന സായുധ സേന ADGP H. വെങ്കടേഷിനെ കൊൽക്കത്തയിലേക്ക് അയച്ച ആഭ്യന്തര വകുപ്പ് നടപടിയും ചർച്ചയാകുന്നു. മുഖ്യമന്ത്രി നേരത്തെ തെലങ്കാനയിൽ പോയപ്പോഴും ഇതേ ഉദ്യോഗസ്ഥനെ അവിടേക്ക് അയച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ഇല്ലാതിരുന്ന കീഴ്വഴക്കമാണിത്. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ വീണ്ടും വിസ്തരിക്കണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ ഇത് അനിവാര്യമാണ്. തെളിവുകൾ ഹാജരാക്കുന്നത് തടയാൻ ദിലീപ് ശ്രമിക്കുന്നുണ്ട്. വിചാരണ നീട്ടാനെന്ന ദിലീപിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി വേണ്ടിവരുമെന്ന് വിചാരണ കോടതി ഹൈക്കോടതി അറിയിച്ചു. സമയം നീട്ടിച്ചോദിച്ച് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയെന്നും വിചാരണ കോടതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യ ഹർജിയിലാണ് റിപ്പോർട്ട്. വിചാരണ പൂർത്തിയാക്കാൻ എത്ര സമയം വേണമെന്ന് അറിയിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. വെള്ളാനി ക്ഷേത്രത്തിലെ ബഹുവർണ്ണ അലങ്കാരം സംബന്ധിച്ച വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്. ക്ഷേത്രങ്ങളിൽ നിത്യപൂജയും ചടങ്ങുകളും ഉത്സവങ്ങളും നടത്തുന്നതിൽ രാഷ്ട്രീയത്തിന് പങ്കില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ക്ഷേത്രോത്സവങ്ങൾക്ക് രാഷ്ട്രീയ നിഷ്പക്ഷ നിറമുള്ള അലങ്കാര വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ജില്ലാ ഭരണകൂടത്തിനോ പോലീസിനോ ശഠിക്കാനാവില്ല. അതേസമയം ഉത്തരവിൽ വ്യക്തത തേടി ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. കോന്നിയിലെ ഉല്ലാസയാത്രയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടായി. താലൂക്ക് ഓഫീസിലെ കൂട്ടവധിയിൽ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂട്ടവധി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറി. റവന്യൂ മന്ത്രി കെ രാജനും ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ ഇന്നലെയാണ് കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടവധി വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ട്. ജീവനക്കാരുടെ നടപടി ഓഫീസിലെത്തിയ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അവധിയെടുക്കാതെ ഓഫീസിൽ നിന്ന് വിട്ടുനിന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ 5 ദിവസം ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേട്ട ശേഷമാണ് കലക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് MLA KU ജനീഷ് കുമാറും ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ADMന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് ജില്ലാ കലക്ടർ വിശദമായ റിപ്പോർട്ട് നൽകിയത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ അടക്കം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി റവന്യൂ മന്ത്രി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം തുടർന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചിയിലെ അനധികൃത ഫ്ലക്സ് ബോർഡ് വിഷയത്തിൽ ഇനി കൂടുതലായി ഒന്നും ഉത്തരവിടുന്നില്ലെന്ന് ഹൈക്കോടതി. അനധികൃതമായി ഫ്ലക്സുകളും തോരണങ്ങളും ഘടിപ്പിക്കുന്നത് കർശന നടപടികൾക്ക് വിധേയമാകുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയില്ലാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കന്യാകുമാരിയിലെ ശിവാലയ ഓട്ടത്തിന് നാളെ തുടക്കമാകും. 12 ശിവക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഭക്തർ കാൽനടയായി ദർശനം നടത്തുന്ന ശിവാലയ ഓട്ടം ഒരു രാത്രിയും പകലും കൊണ്ട് ഏകദേശം 110 കിലോമീറ്റർ ദൂരം താണ്ടും. മഹാശിവരാത്രിയുടെ തലേദിവസം വൈകിട്ട് തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശിവാലയ ഓട്ടം ശിവരാത്രി ദിവസം വൈകിട്ടോടെ തിരുനട്ടാലം ക്ഷേത്രത്തിൽ അവസാനിക്കും. ഇന്ത്യൻ ക്രിക്കറ്റർ പൃഥ്വി ഷോയ്ക്ക് നേരെ മുംബൈയിൽ ആക്രമണം. സെൽഫിക്ക് പോസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിലാണ് അതിക്രമം. മുംബൈയിലെ ആഡംബര ഹോട്ടലിലുണ്ടായ വാക്കുതർക്കത്തിന് ശേഷം കാറിൽ പിന്തുടർന്ന അക്രമി സംഘം പൃഥ്വി സഞ്ചരിച്ച കാറിന്റെ ചില്ല് അടിച്ചു തകർത്തു. 8 പേർക്കെതിരെ കേസെടുത്തു. സെൽഫി എടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ശോഭിത് താക്കൂർ, സ്വപ്ന ഗിൽ എന്നിവർ മുംബൈയിലെ ആഡംബര ഹോട്ടലിൽ പൃഥ്വി ഷായെ സമീപിച്ചത്. കൂടുതൽ സെൽഫികൾ വേണമെന്നാവശ്യപ്പെട്ട് യുവാവും യുവതിയും തർക്കിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത്. ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരോട് പൃഥ്വി ഷാ പരാതി അറിയിച്ചതോടെ 2 പേരെയും പുറത്താക്കി. എന്നാൽ പൃഥ്വിയും സുഹൃത്തുക്കളും പുറത്തു വരുന്നതുവരെ ഇവർ കാത്തുനിന്നു. ബേസ്ബോൾ ബാറ്റ് കയ്യിലുണ്ടായിരുന്ന സംഘം കാറിൽ പിന്തുടർന്നു.
ട്രാഫിക് സിഗ്നലിൽ വെച്ച് പൃഥ്വി സഞ്ചരിച്ച കാറിന്റെ ചില്ല് അവർ അടിച്ചു തകർത്തു. 50,000 രൂപ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു. സംഘത്തിലെ 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഹോട്ടലിൽ വെച്ച് വനിതയോട് പൃഥ്വി മോശമായി പെരുമാറിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അക്രമി സംഘത്തിന്റെ വാദം. പൃഥ്വി ഷായും സുഹൃത്തുക്കളും ഈ ആരോപണം നിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇതോടെ ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.